കോഴിക്കോട് കൂടരഞ്ഞി പഞ്ചായത്തിലെ പൂവാറൻതോട് ഗവൺമെന്റ് LP സ്കൂളിലും വൈദ്യുതി ലൈൻ ഭീഷണി. സ്കൂളിന്റെ ഗ്രൗണ്ടിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കാൻ നിരവധി തവണ KSEB അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും ലൈൻ മാറ്റി സ്ഥാപിച്ചില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. 2012 പ്രദേശത്ത് വൈദ്യുതി എത്തിയ സമയം മുതൽ സ്കൂളിലെ ഗ്രൗണ്ടിലൂടെയാണ് KSEB ലൈൻ സ്ഥാപിച്ചത്. അന്നു തന്നെ വൈദ്യുതി ലൈൻ അപകട ഭീഷണി ഉയർത്തുന്ന കാര്യം നാട്ടുകാർ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്നാൽ വൈദ്യുതി ഇല്ലാത്ത നാട്ടിൽ എങ്ങനെയെങ്കിലും വൈദ്യുതി ലഭിക്കട്ടെ എന്ന സാഹചര്യത്തിൽ നാട്ടുകാർ സമ്മതിക്കുകയായിരുന്നു. പിന്നീട് 5 വർഷം മുൻപ് സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് പന്തലിടുമ്പോൾ ലൈനിൽ തട്ടി അപകടമുണ്ടാവുകയും ഒരാൾ തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടതെന്നും നാട്ടുകാരൻ പറഞ്ഞു. ഇതിനുശേഷം നിരവധി തവണ പഞ്ചായത്ത് അധികൃതരോടും KSEB ഉദ്യോഗസ്ഥരോടും പരാതി പറഞ്ഞെങ്കിലും ലൈൻ മാറ്റി സ്ഥാപിക്കാൻ 33,000 രൂപ അടയ്ക്കണമെന്ന് KSEB അധികൃതർ പറഞ്ഞെന്നും എന്നാൽ ഇത്ര വലിയ സംഖ്യ അടയ്ക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ടാണ് അടയ്ക്കാത്തതെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. നാളെ ഒരു അപകടം സംഭവിച്ചാൽ അധികൃതർ അറിഞ്ഞില്ല എന്ന് പറയരുതെന്നും സ്കൂൾ PTA ഭാരവാഹികൾ പറഞ്ഞു. 2012 കറണ്ട് വന്നതാണ്. അന്നിട്ട ലൈനാണിത്. അന്ന് ഇടുമ്പോൾ തന്നെ ഇവിടെ കറണ്ട് സ്കൂളിൻ്റെ നടുക്കൂടെ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് ഒരു പ്രത്യേക അവസ്ഥയിൽ ഇവിടെ വികസനം എത്താത്ത ഒരു വിഷമമുള്ളപ്പോൾ ഏതിലെങ്കിലും എങ്ങനെയെങ്കിലും വന്നാൽ മതി എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ളതുകൊണ്ട്, എന്നാൽ അതിൽ ബോധവാന്മാരായിരുന്ന അധികൃതർ അല്ലെങ്കിൽ അതിൻ്റെ വേണ്ടപ്പെട്ട എഞ്ചിനീയർമാരൊന്നും അത് സീരിയസ് ആയിട്ട് കണക്കാക്കിയില്ല. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഭീഷണിയായിട്ട് നിൽക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് ഞങ്ങൾ പഞ്ചായത്തും KSEBയിലും പല നിവേദനങ്ങളായിട്ട് കയറി ഇറങ്ങിയിട്ടുണ്ട്. അവർ 33,000 രൂപ KSEBയിൽ അടച്ചു കഴിഞ്ഞാൽ മാറ്റി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പൈസ എടുത്ത് അടയ്ക്കാൻ ഞങ്ങൾക്ക് ശേഷിയില്ലാത്തതുകൊണ്ട് ഇതിപ്പോഴും ഭീഷണിയായിട്ട് തുടർന്നു പോവുകയാണ്. നാളെ ഒരു സംഭവം വിളിച്ചു വരുത്തുമ്പോൾ അധികൃതർ അറിഞ്ഞില്ല എന്ന് പറയുന്നതിന് യാതൊരു മാന്യതയില്ല. 30 വർഷം പഴകിയ സ്കൂളിന്റെ കെട്ടിടത്തിൽ മേൽക്കൂരയ്ക്ക് ചോർച്ചയും ജനലുകൾ തകർന്നും ചുറ്റുമതിൽ ഇടിഞ്ഞും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. നിലവിൽ കൊല്ലത്ത് വൈദ്യുതാഘാതമേറ്റ് വിദ്യാർത്ഥി മരിച്ച സാഹചര്യത്തിൽ പ്രശ്നപരിഹാരമുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.